ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ തിരക്കിൽ നേരിയ കുറവ്. ഇന്ന് 35,000-ഓളം ഭക്തരായിരുന്നു ദർശനത്തിനെത്തിയത്. വരും മണിക്കൂറുകളിൽ തീർത്ഥാടക തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ശബരിമലയിൽ അനുഭവപ്പെടുന്ന വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിന് ഒരു നേരിയ ശമനം എന്നുണ്ട്. 35,000-ഓളം തീർത്ഥാടകരാണ് ഇതുവരെ ദർശനം നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ തീർത്ഥാടകർ ദർശനത്തിനായി എത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആയിട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നേരിയ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുലർച്ചെ നട തുറന്ന ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് നേരിയ ഒരു കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇടപെടലില്ലാതെ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം സന്നിധാനത്തേക്ക് തുടരുകയാണ്. ശരാശരി 80,000-ഓളം തീർത്ഥാടകരാണ് ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട അവധി ദിവസങ്ങൾ ഉൾപ്പെടെയുള്ളതിനാൽ വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കുക എന്നതാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനും ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ഭക്തർക്ക് കുടിവെള്ളം അടക്കം നൽകുന്ന ഒരു സംവിധാനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ ഒരു വർധനയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. അത് വരുമാനത്തിലും പ്രകടമായ രീതിയിലേക്കുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റെക്കോർഡ് വരുമാന വർധനയാണ് ഇത്തവണയും ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വരുമാന വർധന ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അതിന് അനുഭാവപൂർവമായ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല. കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരു ക്രമീകരണങ്ങൾ തന്നെ കൃത്യമായി തന്നെ ഭക്തർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ തന്നെയാണ് നിലവിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കാനനപാത വഴിയുള്ള തീർത്ഥാടകരും സന്നിധാനത്തേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്.